ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് നല്ലൊരു ഡ്രൈ ബീഫ് റോസ്റ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇത്രത്തോളം ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റാണെന്ന്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായി 1/2 കിലോ ബീഫാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇവിടെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള ബീഫാണിത്. ഇനി ഈ ബീഫിലേക്ക് ചേർക്കാനുള്ള ചേരുവകളാണ് 2 സവാള, 2 ചെറിയ തക്കാളി, കറി ലീവ്സ്, ജിഞ്ചർ 2 പീസ്, വെളുത്തുള്ളി 20 അല്ലി, ഒരു 6 പച്ചമുളക്. ഇവയെല്ലാം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറേശ്ശെ അരച്ചെടുക്കാം. ഇവിടെ സവാളയും തക്കാളിയും കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് നല്ല എളുപ്പമാണ് കേട്ടോ. അത് അരച്ചെടുക്കുമ്പോൾ തന്നെ അങ്ങനെ പീസുകളൊന്നും ഇല്ലാണ്ട് നന്നായി അരഞ്ഞു കിട്ടും. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ഈ അരച്ച് കിട്ടിയിട്ടുള്ള ഈ കൂട്ട് നമുക്ക് നമ്മുടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് അരച്ചെടുത്ത ചേരുവകളെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി ഐറ്റംസ് ചേർക്കാനുണ്ട്. ഇപ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇവ ചേർത്തിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് യോജിപ്പിക്കുക. എല്ലായിടത്തേക്കും കുഴച്ച് യോജിപ്പിച്ച് വയ്ക്കുക. ഒരു അരമണിക്കൂർ സമയം നമ്മളിത് യോജിപ്പിച്ചിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് എല്ലാ മസാലകളെല്ലാം ഇതിലേക്ക് ചേർന്ന് കിട്ടും. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ച് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് റോസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്കിനി റോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള പാത്രം വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നാൽ ബീഫിൻ്റെ ഓരോ പീസുകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫ് ഫുള്ളായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ തന്നെ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ കാണുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഇത് നമ്മുടെ അരപ്പിലുള്ള വെള്ളമാണ്. വേറെ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു 3/4 മണിക്കൂറോളം ഈ ഒരു രീതിയിൽ ഇത് സ്ലോവിലായിട്ടൊന്ന് വെറുതെ ഇളക്കി കൊടുത്താൽ മതിയാവും. ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് മൂടി വയ്ക്കാം. ഭാഗം തുറന്ന് വെച്ചിട്ട് ആവി വീഴാത്ത രീതിയിൽ നമുക്കൊന്ന് പതുക്കെ ഒന്ന് മൂടി വെച്ചിട്ടായാലും ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് വെന്ത് കിട്ടും. ഇനി ഇതിങ്ങനെ ഇതിൽ കിടന്നിട്ട് തന്നെ റോസ്റ്റായിട്ട് നമുക്ക് എടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ ഏകദേശമൊക്കെ ചെറിയ തോതിൽ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാത്ത പാത്രമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഇതിൽ ചേരുവകളെല്ലാം ഇതിലേക്ക് യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ബീഫ് ഫ്രൈ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വളരെ ഈസി മെത്തേഡാണ്. ആദ്യത്തെ കുറച്ച് ചേരുവകളെല്ലാം ചേർത്ത് വെക്കുന്ന ഒരു സമയമാണ് വേണ്ടത്. പിന്നെ റോസ്റ്റാക്കി നമ്മൾ ഇതേപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഈ ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ട്രൈ ചെയ്തിട്ട് തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ സി യു.